ഹായ് ഹലോ, എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നിത്യം ഉൾപ്പെടുത്തുന്ന ഈ മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് പൊട്ടി ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ കയറിയിട്ട് മുട്ടയുടെ വെള്ളയൊക്കെ വല്ലാതാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മുട്ട പുഴുങ്ങാനിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ വിനാഗിരിയോ 1 സ്പൂൺ ഉപ്പോ ഇട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ മുട്ട കുഴിയുള്ളൊരു സ്പൂൺ കൊണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ട നമുക്ക് പൊട്ടാതെ കിട്ടും. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളക്കരു എന്ന് നമ്മൾ പറയും. അതുപോലെ വൈറ്റിന് നമ്മളൊന്നും പറയാറില്ല, മുട്ട വെള്ളയെന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പേര് ആൽബുമിൻ എന്നാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ആ മുട്ടയുടെ വെള്ളയ്ക്ക്. അതുപോലെ ജിമ്മിനൊക്കെ പോകുന്നവർ 10-15 മുട്ട രാവിലെ കഴിക്കുമ്പം മുട്ടയുടെ വെള്ളയല്ലേ കഴിക്കുന്നത്. വെള്ള കഴിക്കുന്നത് കൊണ്ട് യാതൊരു ശരീരത്തിന് നമുക്ക് ദോഷം ഉണ്ടാകത്തില്ല. കാരണം മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബിയും മുട്ടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യവും നമ്മൾ 2 മുട്ട കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ബോൾസ ഉണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മൾ വാട്ടിയൊക്കെ മുട്ട കുടിക്കാറുണ്ട്, നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട. അപ്പം പ്രോട്ടീൻ്റെ കലവറയായ ഈ മുട്ട ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ല ബലവും ഒക്കെ കിട്ടുന്നതായിരിക്കും. എല്ലുകൾക്കും ബലം കിട്ടുന്നതായിരിക്കും. കാൽസ്യം ഒരുപാടുള്ളതാണ് മുട്ടയിൽ. വൈറ്റമിൻ ബിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ.